അബു ഹസൻ ഹിയർ. ഏത് നിമിഷം ആക്രമണം ഉണ്ടായേക്കാം. ബി റെഡി. സംശയകരമായ ചുറ്റുപാടി ആരെ കണ്ടാലും മനുഷ്യനും മൃഗമാലും വിടണ്ട. മൃഗങ്ങളോ? മൃഗങ്ങളെ വെറുതെ വിട്ടേക്ക്. ഡിപ്പാർട്ട്മെന്റ് തന്നെ പോലുള്ളവരുണ്ടല്ലോ. ആ തമാശകളാ. ഓവർ ഓവർ. അയ്യോ സാർ, നമ്മുടെ റേഞ്ചിന് അപ്പുറത്താവർ. തൊട്ടടുത്തല്ലേടോ? അല്ല സാർ, സാർ ആ ബൈനാക്കുലർ മാറ്റിയിട്ട് നോക്കണം. സോറി. അബു ഹസൻ ഹിയർ. ആ ചിൽഡ്രൻസ് പാർക്കിനടുത്തുള്ള വെള്ളപൂശിയ ബിൽഡിംഗ് ഏതാണ്? ഹോട്ടൽ മയൂര. എങ്കിൽ നമ്മുടെ ടീമെല്ലാം അങ്ങോട്ട് നിൽക്കട്ടെ. ലഞ്ച് കഴിക്കാനെന്നോ? സ്റ്റെപ്പ്. 2 കള്ളന്മാർ പൈപ്പ് ലൈൻ വഴി ഇറങ്ങുന്ന ഞാൻ കാണുന്നു. കോഷൻ കോഷൻ. അവർ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. നമ്മുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയ ബാങ്ക് കൊള്ളക്കാരായിരിക്കും അവർ. പൈപ്പ് നന്നാക്കുന്ന വരുന്നോ? എന്നെ പഠിപ്പിക്കേണ്ടതാൻ. മൂവ്. ദിസ് ഈസ് മൈ ഓർഡർ. ഓവർ ഓവർ. കഴിഞ്ഞ 6 മാസമായി നിന്നെ ഞാൻ തപ്പിക്കൊണ്ടടക്ക്. ഇവരെ പൊക്കിയുള്ള ഒതുക്ക്. കൊള്ളക്കാർ, കൊലപ്പുള്ളികൾ, ഭീകരന്മാർ. ഇവരോടുള്ളതുപോലെ ആയിരിക്കില്ല നിന്നെപ്പോലുള്ള സദാചാര വിരുദ്ധരോടുള്ള എന്റെ സമീപനം. അണ്ടർസ്റ്റാൻഡ്? സാർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ എന്തിനാ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? ഞങ്ങൾ തപ്പിക്കൊണ്ടുവന്നിട്ടുള്ളവരാരും ഇന്നേ വരെ കുറ്റം സമ്മതിച്ചിട്ടില്ല. ഞങ്ങൾ സമ്മതിപ്പിക്കാറാണ് പതിവ്. യു ആർ അറസ്റ്റഡ് ഫോർ ഇമ്മോറൽ ട്രാഫിക് അണ്ടർ ദ റെയിൽവേ ബ്രിഡ്ജ്. ഈ സ്റ്റേഷൻ ഏരിയ ആകെ ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കിയ ശേഷമേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അപ്പൊ സാറിന് ഇവിടെ ബാല്യക്കാരുടെ പണിയാണ്. എവനെ പിടിച്ച് ലോക്കപ്പിത്തള്ള്. യാരിത്? കുഞ്ഞിക്കണ്ണ്. തല്ലിയുക്കാർ തല്ലിയുക്കാർ. ഈ കേസ് കേട്ടനെ ലോക്കപ്പിലാക്ക്. ശരി സാർ. സാർ, എന്താ? വേറെ മുറിയില്ലേ ഇവിടെ കിടക്കാൻ? ഉണ്ടല്ലോ, AC മുറിയുണ്ട്. തന്നെ അങ്ങോട്ടാക്കാം. നിന്റെ മുഖം കണ്ടല്ലറിയ ഒരു ക്രിമിനലാണെന്ന്. സാർ, ഞാൻ പറഞ്ഞോട്ടെ. അത് കേട്ടിട്ട് തീരുമാനിച്ചാൽ മതി അവനെ വിടണോ വേണ്ടയോന്ന്. പറ. സത്യം മാത്രമേ പറയാവൂ. ലോകത്തിൽ എന്തിനേക്കാളും ഏറെ എന്റെ കൂട്ടുകാരൻ സ്നേഹിക്കുന്നത് അവന്റെ അച്ഛനെയാണ്. ആ അച്ഛന് ദാരിദ്ര്യം നിറഞ്ഞ വാർദ്ധക്യ കാലത്തിൽ കുറച്ച് നല്ല നാളുകൾ സമ്മാനിക്കാൻ എന്ത് ജോലിയും ചെയ്ത് പണമുണ്ടാക്കാനായിട്ടാ അവൻ നഗരത്തിൽ വന്നത്. കഷ്ടപ്പെട്ട് എല്ല് നുറുകെ അവൻ കൂലിവേല ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇന്നലെ ഒരു ടെലഗ്രാം കിട്ടുന്നത്. എന്തായിരുന്നു ടെലഗ്രാമിൽ? അവന്റെ അച്ഛൻ മരിച്ചുപോയെന്ന്. എന്താ? അവന്റെ അച്ഛൻ മരിച്ചെന്നോ? അതെ സാർ. ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ ഇന്നലെ അവനെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോവായിരുന്നു. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് ഭക്ഷണം മേടിക്കാൻ ഞാനൊന്ന് പോയപ്പോഴാണ്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇത് എന്നോട് പറഞ്ഞില്ല? എങ്ങനെ പറയും സാർ? അതിന് ഞാൻ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹ്, ഐ എം സോറി. നിയമനിർവഹണത്തിനിടയിൽ എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു. ഞാൻ അയാളെ ലോക്കപ്പിലിട്ടു. അത് ഒരു കള്ളനോട്ടടിക്കാരന്റെ കൂടെ. ആരാണ് സാർ? അറുമുഖം ചെട്ടിയാർ. ഒരു പിടിയിട്ടാ പുള്ളി. കുറെയേറെ കേസുകൾ തെളിയാനുണ്ട്. അടുത്തങ്ങും പുറത്തിറങ്ങില്ല. താങ്ക് യു സാർ. എന്തിന്? ഇങ്ങനെയുള്ള ഘാതകരകത്താക്കിയതിന് ഒരു പൗരനെന്നുള്ള നിലയ്ക്ക് താങ്ക് യു. വരൂ. മൈ കണ്ടോലൻസ്. കുഞ്ഞിക്കുട്ടാ. രാമേന്ദ്ര ചെട്ടിയാരു. വരൂ. മറിയോ?
എന്താ ഇത്? എന്തിനാ കരയുന്നേ? അല്ല അതിനെന്ത് ഇൻസ്പെക്ടർ, എന്റെ മോള്. നോ 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 നോ, ആ കണ്ണുകൾ തുടയ്ക്കാം മാർസി. ഒരു മകള് നഷ്ടപ്പെട്ട അച്ഛന്റെ വികാരം എനിക്കറിയാം. ഞാൻ ഉറപ്പ് തരുന്നു, അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ മകളെ ഞാൻ ഇവിടെ എത്തിക്കും. അത് ഓർക്കുമ്പോഴേക്ക് കൂടുതൽ വിഷമം. എന്താ, മകള് തിരിച്ചു വരുന്നുണ്ടോ? അതല്ല, അവളെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തിനിടയ്ക്ക് അവക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഇൻസ്പെക്ടർ. എന്താ ഇത് മാർസി, കൊച്ചുകുട്ടികളെ പോലെ? പ്ലീസ്. സിറ്റി ടൈഗേഴ്സ് ആയിരിക്കും. അല്ല, അത് സെയിൽ ടാക്സി ഞാൻ എടുക്കാം. സിറ്റി ടൈഗേഴ്സ്. സെയിൽസ് ടാക്സ് അല്ല, സിറ്റി ടൈഗേഴ്സ് ആണ്. MRC ശബ്ദത്തിൽ ഞാൻ സംസാരിച്ചോളാം. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? MRC ആണല്ലോ. എന്താ ടൈഗറിന് സംശയം തോന്നുന്നുണ്ടോ? എന്തായി തീരുമാനം? നാളെ പറഞ്ഞ സംഖ്യ തരാൻ പറ്റുമോ? തരാമല്ലോ. നാളെ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. അപ്പൊ കുറച്ചു മുമ്പ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഏത് കയറോഫില? അങ്ങനെ പറഞ്ഞു. തരില്ല എന്ന് പറഞ്ഞോ? കള്ളം പറയാ ടൈഗർ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കേട്ടതിൽ തെറ്റിയതായിരിക്കും. എന്ത് പുല്ലെങ്കിലും അപ്പൊ നാളെ എങ്ങനെ എക്സ്ചേഞ്ച്? അത് നാളെ രാവിലെ കൃത്യം 7 മണിക്ക് സുഭാഷ് നഗറിലുള്ള ചതുപ്പ് നിലത്തിനടുത്ത് ഞാൻ പെട്ടിയുമായി എത്താം. ഏത് പെട്ടി? പണപ്പെട്ടി. അവിടെ പുള്ളിയുടെ മകളുമായി. ആരുടെ മകള്? എന്റെ മകള്, ഏക മകൾ ആശ. നിങ്ങൾ അവളുമായിട്ട് അവിടെ എത്തണം. ശരി, അപ്പൊ നാളെ രാവിലെ സുഭാഷ് നഗറിൽ കാണാം. നല്ല ബുദ്ധി തോന്നിന് നന്ദി. MRC പോലീസോ പട്ടാളോ വല്ലോ ഉണ്ടെങ്കിൽ? അയ്യോ, ഒരിക്കലും ഇല്ല. എന്നെ വിശ്വസിക്കൂ, MRC ആണ് പറയുന്നത്. ഇപ്പൊ എവിടുന്നാ വിളിക്കുന്നേ? ഞങ്ങൾ ഓഫീസിൽ നിന്നാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് വിളിക്കാനാ. അവിടുത്തെ ഫോൺ നമ്പർ എത്ര? അത് 354. അതൊക്കെ പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാ മതി. പൂഞ്ഞാർ. സിറ്റി ടൈഗേഴ്സ് ആവശ്യപ്പെട്ട കാശ് റെഡിയാക്കിക്കൊള്ളുക. അള്ളായുടെ കൃപയുണ്ടെങ്കിൽ നാളെ രാവിലെ എല്ലാം ശുഭമായി അവസാനിക്കും. പണമെന്ന് പറഞ്ഞ 1.5 ലക്ഷം. ഈ മോളിലും താഴെ നോട്ട് വെച്ചിട്ട് ഇടയ്ക്ക് പേപ്പർ വെച്ചാ പോരെ? നോ 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 നോ, ഇപ്പോഴത്തെ കിഡ്നാപ്പേഴ്സിനെ മിസ്റ്റർ MRCക്ക് അറിയില്ല. ദേ ആർ സയന്റിഫിക്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അവരത് കണ്ടുപിടിക്കും. പരീക്ഷണത്തിന് മെനക്കെടണ്ട. പണം റെഡിയായിക്കൊള്ളുക, ഇല്ലെങ്കിൽ മോള് ക്ലീൻ ഔട്ട്. അയ്യോ, എന്റെ മോള്. MRC കരയല്ലേ? അല്ല, നാളെ രാവിലെ പിടികിട്ടുമല്ലേ? 3.5 തരം. അതിനുവേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓവർ. ഹലോ. സാമജിയാ? എന്താ വിശേഷം? അയാള് പണം തരാന്ന് പറഞ്ഞല്ലേ? ഇല്ലല്ലോ. കള്ളം പറയാതെ മോനെ, എനിക്കറിയാം. ശരി, പറഞ്ഞു, എന്താ കാര്യം? ആ ഫോൺ ചെയ്തത് MRC അല്ല, SI അബൂ ഹസനാ. പോലീസിന്റെ വലയിൽ പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ നാളെ പോകരുത്. പോയാ നിങ്ങൾ അകത്താ. വിശ്വാസവഞ്ചന കാണിച്ചാൽ ആ പെണ്ണിനെ ഇന്ന് തന്നെ അങ്ങ് തട്ടിയര്. അയാളൊന്ന് പഠിക്കട്ടെ. ഇതെല്ലാം അത്ര വ്യക്തമായിട്ട് അറിയാം. നിങ്ങളാരാ? ദൈവോ? തൽക്കാലം അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് ബുദ്ധി. സ്വാമിജി, ഇനി ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഉപദേശം സിറ്റി ടൈഗേഴ്സിന് ആവശ്യമില്ല. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം, എങ്ങനെ നീങ്ങണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. വെക്കട്ടെ? ഇനി ഇങ്ങോട്ട് അധികം വിളിച്ച ബുദ്ധിമുട്ടൊന്നുമില്ല. ഹലോ ഹലോ. നോക്ക്, ഒരേ ഒരു ഓപ്പറേഷൻ കൊണ്ട് സിറ്റി ടൈഗേഴ്സ് പേരെടുത്തില്ലേ? പത്രത്തിന്റെ ഫ്രണ്ട് പേജിലാ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാർത്ത വന്നിരിക്കുന്നത്. ഇനി നിന്നെയൊന്നും എനിക്ക് ആവശ്യമില്ല. നാണം കെട്ടവന്മാര്. എടാ, നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം, മൂള. നിനക്കൊക്കെ ഈ പണി നിർത്തി വല്ല പോലീസിന് ചേർത്തൂടെ? ഒരബദ്ധം എല്ലാവർക്കും പറ്റും സാർ. ഞങ്ങൾക്ക് ഒരു ചാൻസ് കൂടെ തന്നൂടെ? സിറ്റി ടൈഗേഴ്സ് ആ കടുക്കനിട്ട ഗ്രൂപ്പാണെന്നാ തോന്നുന്നത്. മറ്റൊരു സംഘത്തിനും ഇത് ഇത്രയും വിജയിപ്പിക്കാനാവില്ല. വെണ്ടിപ്പോരുത്. 100 വട്ടം ഞാൻ പറഞ്ഞതല്ലേ ആ കടുക്കനിട്ടവന്മാരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ, ആസ്ഥാനം കണ്ടുപിടിക്കാൻ. കഴിച്ചോ നിനക്കൊക്കെ? ആ പെണ്ണ് നമുക്ക് അവരുടെ കയ്യിൽ തിരിച്ചു പിടിക്കാം സാറേ. പുളുത്തും നീയൊക്കെ. എന്റെ ഈശോയെ, കോമ്പറ്റീഷൻ ഇല്ലാത്ത ഫീൽഡാണെന്ന് കരുതിയാ ഇതിലേക്ക് ഇറങ്ങിയത്. ഇപ്പൊ റെഡ് ഇന്ത്യൻസ്, മംഗോളിയൻസ്. ഫോൺ എന്റെ ചെടി പൊട്ടിയിട്ടൊന്നുമില്ല. ആ സ്വാമിജിയെ പറ്റിയായിരിക്കും. ഓ, ഞാൻ എന്ത് സമാധാനം പറയും എന്റെ കർത്താവേ. റാംബോ ചാക്കോച്ചൻ കെയർ. ചാക്കോച്ച, ഇത് ഞാനാ, സ്വാമിജി. എന്താ ഈ പറഞ്ഞ കാര്യം? എന്റെ ഈശോയെ, ഇന്നത്തെ പത്രം കണ്ടില്ലായിരുന്നോ? അത് കണ്ടതുകൊണ്ടാ തന്നെ വിളിച്ചത്. എന്തിനാണോ വലിയ കിഡ്നാപ്പിംഗ് ആണെന്നും പറഞ്ഞ് നടക്കുന്നത്? ഇപ്പൊ കണ്ടില്ലേ സിറ്റി ടൈഗേഴ്സ് ചുമ്മാ പുഷ്പം പോലെ കാര്യം നടത്തിയത്?
അപ്പൊ സംഭവം മനസ്സിലായില്ല അല്ലേ? ഈ സിറ്റി ടൈഗേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാന്നാ? ആരാന്നാ? അത് ഞങ്ങള് തന്നെ ഒരു സഹോദര സ്ഥാപനമാ. പ്ലാനിങ് കംപ്ലീറ്റ് ഞാനല്ലേ നടത്തിയത്. എന്റെ പേരിൽ വാർത്ത വരാതിരിക്കാൻ പുതിയൊരു പേര് വെച്ചതാ. ഒലത്തി ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? താൻ ആരെടുത്താ വേല എടുക്കുന്നത്? ഏതോ ആണുങ്ങൾ ചെയ്ത കാര്യത്തിന് പങ്കുകൊള്ളാൻ വന്നിരിക്കുന്നു. തന്നെ ഈ പണിക്ക് കൊള്ളത്തില്ലടോ. അത് തീരുമാനിക്കാൻ താനാരാ? എടോ, കഴിഞ്ഞ 25 years ആയിട്ട് ഞാൻ ഈ ഫീൽഡിലുള്ളതാ. എനിക്ക് തൊഴിൽ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ തനിക്കൊന്ന് നേരിട്ട് വന്നുകൂടെ? ഓ, ഒരു സ്വാമിജി. അങ്ങനെ നേരിട്ട് വന്നിട്ട് ഇപ്പൊ ഉണ്ടാക്കണ്ട. വാകയ്ക്ക് കൊള്ളാത്തവൻ. കടയടച്ച് വീട്ടിൽ പോയില്ലടോ മനുഷ്യനെ വിലക്കെടുത്താതെ. കൂടുതൽ വെച്ച് എത്തിക്കണ്ട. വേണമെന്ന് വെച്ചാ സിറ്റി ടൈഗേഴ്സ് അല്ല, അവന്റെയൊക്കെ അപ്പൂപ്പന്മാരുടെ കയ്യിൽ നിന്ന് വരെ ഞങ്ങൾ തിരിച്ചു പിടിക്കും. എന്നാ പിടിച്ചാട്ടെ. അപ്പ ഞാൻ നേരിട്ട് വന്നോളാ. എടോ സ്വാമിജി, തന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും. എന്റെ പേര് റാംബോ ചാക്കോ ചെറുന്ന. ഞാനെങ്ങനെ അവസാനിപ്പിക്കും? നീയൊക്കെ അല്ലേ എന്റെ കൂട്ടത്തിലുള്ളത്.